ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഒരു വർഷം ദീർഘിച്ച ഒരു യാത്ര ഇന്ന് അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുകയാണ്. 2025 ഇന്നത്തെ ഈ ഡിസംബർ 31 ഈ ദിവസത്തോടുകൂടി അവസാനിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ വർഷം നമുക്ക് സമൃദ്ധമായി കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാം. ദൈവം നടത്തിയ വഴികൾ അതൊരു പക്ഷേ സന്തോഷത്തിൻ്റെ ആവാം, ബുദ്ധിമുട്ടുകളുടേതാവാം, പ്രയാസങ്ങളുടേതാവാം. അതെല്ലാം ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്ന വഴികളാണ്, കൈപിടിച്ചു കൊണ്ടുവന്ന വഴികളാണ് എന്നുള്ള ഒരു ഓർമ്മയിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആയിരിക്കാം. ഈ വർഷാവസാന ദിവസം നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് വളരെ സന്തോഷമുള്ള, വളരെ പ്രസന്നമായൊരു ഹൃദയത്തോടെ നാളെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുചെന്നപ്പോൾ വിശുദ്ധരായ ശിമയോനും അന്നയും അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത്, ഈശോയെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ഈശോയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച പ്രവചനങ്ങൾ നടത്തിയ ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ 2 പ്രാർത്ഥനാ വിചാരങ്ങൾ ഇന്ന് ഈശോ നമുക്ക് ഹൃദയത്തിലേക്ക് തരുന്നു. നമ്മൾ കാണുന്ന വിശുദ്ധരായ 2 പേർ ഈ ദേവാലയത്തിൽ, ശിമയോനും അന്നായും. അവരെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവ് നയിച്ചിരുന്ന 2 വ്യക്തികളാണ് അവരെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ശിമയോനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ 2 പേര്, ശിമയോനും അന്നായും, അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ കാണാനുള്ള ഭാഗ്യം കിട്ടുകയും ഒക്കെ ചെയ്യുന്നു. അതിലേക്ക് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ നല്ല അവസരത്തിലേക്ക് അവരെ വഴിതെറ്റാതെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഓരോ സ്ഥലത്ത് വേണ്ടതുപോലെ ചെയ്യുന്നതുമെല്ലാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും പ്രചോദനത്തിലുമാണ്. അതാണ് അവരെക്കുറിച്ച് നമ്മൾ കാണുന്ന പ്രധാന പൊതുവായിട്ടുള്ള കാര്യം. നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് നാളെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയും അതാകട്ടെ, നമുക്ക് ഓരോ കാര്യവും ഇനി വരുന്ന വർഷത്തിൽ ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ചെയ്യാൻ. ആത്മാവ് നയിച്ചാൽ നല്ല കാര്യങ്ങളിലേക്ക് മാത്രമേ നമ്മൾ ചെല്ലുകയുള്ളൂ. ആത്മാവ് നിയന്ത്രിച്ചാൽ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. തിന്മയായതും മോശമായതും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കാര്യവും ഓരോ ദിവസവും ഈ ശിമയോൻ്റെയും അന്നയുടേതും പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നയിക്കാനുള്ള അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. 2-ാമത്തെ കാര്യം, ഈ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ശിമയോൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോയെ കയ്യിലെടുത്ത് കണ്ടതിൻ്റെ സംതൃപ്തിയിൽ അദ്ദേഹം പറയുന്നു, കർത്താവേ, ഇനി അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ ഒരുക്കിയിരുന്ന രക്ഷ, ലോകത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തെ കണ്ട് സംതൃപ്തി കിട്ടിയ ഒരു മനുഷ്യൻ്റെ ഹൃദയവും വാക്കുകളുമാണത്. സംതൃപ്തിയുള്ള ഒരു മനസ്സ് നമുക്കും ഈ വർഷം കടന്നു പോകുമ്പോൾ, അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പരാതിയും പരിഭവങ്ങളും ഇഷ്ടക്കേടുകളും വെറുപ്പുമൊന്നുമല്ല, സംതൃപ്തിയുള്ള ഒരു മനസ്സ് ഈ ശിമയോൻ്റേതുപോലെ നമുക്കും ഉണ്ടാകട്ടെ. ഈ വർഷം വേണ്ടതെല്ലാം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സംതൃപ്തിയുള്ള മനസ്സോടെ, ദൈവമേ എല്ലാത്തിനും നന്ദി, സന്തോഷമോ സങ്കടമോ എന്തായിരുന്നാലും അതിൻ്റെ ഇടയിലൂടെ എല്ലാം നടത്തി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ മനസ്സോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കട്ടെ. വരുന്ന പുതുവർഷം 2026 വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവത്തിൻ്റെയും മത്സരമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നാളെ ആരംഭിക്കുന്ന 2026 എന്ന പുതുവർഷത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ വർഷം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള മനസ്സോടുകൂടി നമുക്കായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.